നമുക്ക് RCCയിലേക്ക് 2 പൊതി ചോറ് കൊടുക്കണം. അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോഴേ ഇല വാട്ടാം. ഒരുപാടങ്ങ് ആയിപ്പോഴങ്ങ് പോകൂല്ലേ? പിന്നെ മയത്തിനാക്കി എടുക്കണം സാധനത്തിന്. ഒരുപാടായ കരിഞ്ഞു പോകും. ഇലയുടെ ഈ തണ്ട് കീറിയില്ലെങ്കിലേ എല്ലാരും കീറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കീറിയില്ലെങ്കിൽ അത് കെട്ടുമ്പോ പോവൂല്ലേ? ആദ്യം നമുക്ക് ചോറിടാം. ശരടമ്മ നമുക്ക് രണ്ടാമത്തെ പൊതിയിലൂടെ ചോറിടാം. അടുത്ത നമ്മളെ കാത്തോരോടാക്കിട്ടാ. അത് കഴിഞ്ഞിട്ട് മീൻ പൊരിച്ചാണ്. 2 ഓരോ പൊതി ഉണ്ട്. ഇതിൽ പിന്നെ മടക്കി വെച്ച് നമ്മള്. അടുത്തത് മുട്ടക്കോസ് വീഴിക്കേ. അവിടെ വെച്ചോ. ശരട വെച്ചോ. ഇപ്പുറത്തെ ഇതെന്ന് വെച്ചാൽ നമ്മളെ നാട്ടുമാങ്ങ മുഴുവനെ ഭരണിയിലിട്ട് വെച്ചില്ലേ, അതിൽ പെട്ടെന്ന് എടുത്ത് പെരട്ടി വെച്ചത്. നാട്ടുമാങ്ങ എവിടെ ആയിക്കട്ടെ? ഇവിടെ വെച്ചോ. മുട്ട പൊരിച്ചതും കൂടെ സൈഡിലോട്ട് വെച്ചോ. അവിടെ വെച്ചോ. ഇപ്പത്തെ പൊതിയിലോട്ട് വെച്ചോ. ഇവിടെ വയ്ക്കാം. പിന്നെ നമുക്ക് നേരെ വയ്ക്കാം. അടുത്തായിട്ട് മീൻകറി ഇടാം. അപ്പൊ മീൻകറി നമുക്ക് ഇതിലോട്ട് വെക്കാൻ പറ്റില്ല, കാരണം ഒലിച്ചു പോകണമെങ്കിൽ. അപ്പൊ നമുക്ക് ഇതിനൊരു ചെറിയൊരു ഇലയിലിട്ടാ അല്ലെ കവറിലോട്ടാക്കി വെച്ച് കൊടുക്കാം അല്ലേ. കഴിഞ്ഞതിന് പൊതിച്ചോറിന്റെ വീഡിയോ ഇട്ടപ്പോൾ ആൾക്കാർ പറഞ്ഞ് ചോറ് കൂടിപ്പോയെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ ഇത്തവണ കുറച്ച് ഇട്ടിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ. അപ്പം നമ്മളെ പൊതിച്ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവന്മാരെ ഒന്ന് മടക്കി റെഡിയാക്കി അവർ വരുമ്പോൾ കൊടുക്കാം. അങ്ങനെ നമ്മളെ 2 പൊതി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമുക്കിനി കവറിലോട്ട് കയറ്റാം. ബാക്കി ശകലം ചോറും കറി എനിക്ക് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അത് ഞാൻ കഴിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഹായ് അല്ല ബൈ.